സ്വന്തം അനുയായികളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി എങ്ങനെയായിരുന്നു എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പല യുദ്ധങ്ങൾക്ക് വേണ്ടിയും മറ്റു പല ദൗത്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പല പല യാത്രകൾ നടത്താറുണ്ടായിരുന്നല്ലോ. ആ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ക്യാമ്പിംഗ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും തമ്പടിച്ച് ഭക്ഷണം പാകം ചെയ്യാനും വിറക് കൊണ്ടുവരാനും വെള്ളം ശേഖരിക്കാനും അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കൂട്ടത്തിൽ ഒരാളായി ആ പണിയെല്ലാം ചെയ്തിരുന്നു. അതിന് ഒരു ഹദീസ് ഉണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വഴിയിൽ തമ്പടിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന് വിറക് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം ഞാനാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, വേണ്ട നബി, അത് ഞങ്ങൾ കൊണ്ടുവരാം, നിങ്ങൾ അവിടെ ടെൻറ്റിൽ ഇരുന്നോളൂ, നിങ്ങൾ വിശ്രമിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ നിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അനുയായികൾക്കിടയിൽ എനിക്ക് പ്രിവിലേജ് കിട്ടാൻ, ഞാനൊരു വലിയ സ്ഥാനക്കാരായി നിൽക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്യരുത്. മറ്റു അടിമകൾക്കിടയിൽ അവരുടെ അതേപോലെ നമ്മളും ഒരു കാര്യത്തിൽ ഭാഗവാക്കാവണം. ആ രീതിയിലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് ആ ദൗത്യ സംഘം പോയിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അന്ന് ഭക്ഷണം പാകം ചെയ്യാനും അന്നത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിറക് ശേഖരിക്കാൻ പോയത്. ശേഖരിച്ചു കൊണ്ടുവന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ഇങ്ങനെയായിരുന്നു യാത്രക്കാരെന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വന്തം കൂടെയുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടും അവരെ സമാശ്വസിപ്പിച്ചും മാത്രമായിരുന്നു തങ്ങൾ നീങ്ങിയിരുന്നത്. അള്ളാഹു നമുക്കൊക്കെ ആ സ്വഭാവവും ആ ജീവിത രീതിയൊക്കെ റോൾ മോഡലായി കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.